ദുബായിലെ മിറാക്കിൾ ഗാർഡൻ. പേര് പോലെ തന്നെ ഒരു അത്ഭുതം തന്നെയാണല്ലോ ഇത് കാണുമ്പോൾ. കാരണം ലക്ഷക്കണക്കിന് പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്താഗതികളിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് ആണ് ഇത് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ദുബായിലെ ഈ ഒരു മിറാക്കിൾ ഗാർഡൻ. ഇപ്പോൾ പെർ പേഴ്സണ് 30 ദിറംസ് ആണ്. പിന്നെ ബിലോ 12 ഫ്രീ ആണ് കേട്ടോ. മുമ്പ് 95 ആണോ 100 ആണോ പെർ പേഴ്സണ് അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു മിറാക്കിൾ ഗാർഡൻ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് തോന്നുന്ന ഒരു പ്ലേസാണ്. നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും, ഇത്രയും ഒരു അട്രാക്റ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ചിന്താഗതിയിലുള്ള പ്രോഗ്രസ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ദുബായിൽ ഒരുപാട് അട്രാക്റ്റഡ് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. പക്ഷേ എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം ഇതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് 12 വർഷങ്ങൾ ഞാനിവിടെ പോയിട്ടില്ല. ഹസ്ബൻഡ് ഇടയ്ക്ക് പറയുമ്പോൾ ഞാൻ പറയും പിന്നെ പോവാം പിന്നെ പോവാം. പക്ഷേ ഇപ്പോൾ 30 ദിറംസുമാണ്. കുറച്ച് മുമ്പ് ഫ്രീ ഉണ്ടായിരുന്നു ഇവിടെ. അതായത് ഒരു 1 മന്തോളം ഫ്രീ എൻട്രി ഒക്കെ കാണിച്ചിരുന്നു. അന്നേരം പോവാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര ട്രാഫിക് ആണെന്നുള്ള ആ ഒരു ഇതിലൊക്കെ നമ്മളങ്ങനെ പോയില്ല. ഇപ്പം പെരുന്നാളിന് ഇവിടെ 30 ദിറംസാണ് പെർ പേഴ്സൺ അങ്ങനെ. പിന്നെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് ചിന്തിച്ചു പോകും, ഇത്രയും ഭംഗിയിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇവിടെ ദുബായിലെ ഫ്ലൈറ്റായ എമിറേറ്റ്സിൻ്റെ ആ ഒരു രൂപത്തിലൊക്കെ നിറയെ ഫ്ലവറുകളൊക്കെ പിടിപ്പിച്ചിട്ട്, അതേപോലെ ടെഡി ബിയർ, അതേപോലെ പെൻഗ്വിൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ശരിക്കും ഇത് ഒറിജിനലാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, ശരിക്കും തന്നെ ആണോ എന്നറിയാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവില്ലേ അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ ഒരു എന്താ പറയുക, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടമാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഗിന്നസിൽ പേര് വന്നിട്ടുള്ള ഒരു പൂന്തോട്ടമാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. സൂര്യകാന്തി പൂക്കളൊക്കെ നമുക്ക് നാട്ടിലൊക്കെ കാണാൻ പറ്റും. പക്ഷെ അത് അവരത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു രീതി, അത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗാർഡനെ കുറിച്ചിട്ട് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കുമല്ലേ അവരിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. കാരണം ആ പല സ്ട്രക്ചറുകളിൽ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഫ്ലവർ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അതായത് ഒരു സീസണിൽ മൊത്തം ഇതുണ്ടാവും, സെപ്റ്റംബർ ടു ജൂൺ വരെ. അപ്പം അത്രയും കാലം ഇതിങ്ങനെ കെയർ ചെയ്ത് അത്രയും ഇതിലിങ്ങനെ കൊണ്ടു നടക്കുന്നതിൻ്റെ ആ ഒരു എഫേർട്ട് അടിപൊളിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ബെസ്റ്റാണിത്. പിന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ അങ്ങനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലുള്ള ആളുകൾക്ക്, അതായത് ഞാനൊരു ചെറിയ പൂ കണ്ടാൽ പോലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു പൂവിനെ കാണാറ്. അതായത് ഡെയിലി ലുലുവിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വീക്കെൻഡിൽ ലുലുവിൽ പോകുമ്പോൾ എന്നും കാണുന്ന ബോഗൺവില്ല തന്നെ ആയിരിക്കും വീണ്ടും കാണുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ അതിനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കാറുണ്ട്, നീ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഈ ബോഗൺവില്ല തന്നെയല്ലേ വീഡിയോ എടുത്ത് അത് യൂട്യൂബിലിട്ടത്, നിനക്ക് ബോറടിക്കുന്നില്ലെങ്കിലും കാണുന്ന ആളുകൾക്ക് ബോറടിക്കില്ലേ എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനുള്ള ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്കെന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും ഒരേ സന്തോഷം തന്നെയാണ് കിട്ടാറ്. കാരണം ചെറിയ കാര്യങ്ങളിൽ ഞാൻ എക്സ്ട്രീം സന്തോഷിക്കാറുണ്ട്, അതേപോലെ ചെറിയ കാര്യങ്ങളിൽ ഞാൻ എക്സ്ട്രീം സങ്കടപ്പെടാറുമുണ്ട്. അതായത് എവിടെയോ ആസിഫ് അലി പണ്ട് പറയുന്നത് ഞാൻ കേട്ടു, ഒരാൾ ചിരിച്ചില്ലെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം പോക്കാന്ന്. എൻ്റെ ഒരു കാര്യത്തിൽ ഒരാൾ ചിരിച്ചില്ലെങ്കിൽ എൻ്റെ ഒരു മാസം പോക്കാന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഞാനൊന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ ഇന്നത്തെ ഈ നിമിഷം മാത്രമേ കയ്യിലുള്ളൂ. ബാക്കി നാളെ എന്നുള്ളതൊക്കെ ഒരു പ്രതീക്ഷ മാത്രമാണ്. ഇന്ന് ഉറങ്ങിയാൽ നാളെ എഴുന്നേക്കും എന്നുള്ളതും പ്രതീക്ഷയാണ്. ഒന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് എത്തിപ്പെടുമോ എന്നുള്ളതും പ്രതീക്ഷയാണ്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷ ഇല്ലാത്തൊരു ജീവിതം നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. നമുക്ക് കിട്ടുന്ന സന്തോഷം, അതായത് ലൈഫ് ഈസ് ടു ഷോർട്ട്, മേക്ക് ഇറ്റ് ഗുഡ് എന്നല്ലേ. അപ്പോൾ ആ ഒരു ചെറിയ ജീവിതം നന്നാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അത് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ചുറ്റിനുള്ള ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ എൻ്റെ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിന് സാധാരണ നമ്മൾ വീക്കെൻഡിൽ ലുലു തന്നെയാണ് പോകാറ്. എന്തെങ്കിലും ഒക്കേഷൻസിലാണ് ഇതേപോലെ ദൂരേക്കൊക്കെ പോകാറുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കാശിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവലിങ് 200 ദിറംസോളം ആയിട്ടുണ്ട്. കാരണം അങ്ങോട്ടേക്ക് 98, ഇങ്ങോട്ടേക്ക് 95 അങ്ങനെ എന്തൊക്കെയോ ദിറംസാണ് കേട്ടോ.
അപ്പോൾ ആ ഒരു ട്രാവലിങ്ങിൻ്റെ എക്സ്പെൻസാണ് നമുക്ക് കൂടുതൽ. കാരണം ഇവിടെ ആദ്യം 110 ദിറംസ്, 100 ദിറംസോ 95 ദിറംസോ അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് റേഞ്ച് അറിയില്ല. പക്ഷേ ഇപ്പം നമുക്ക് പെർ പേഴ്സൺ 30 ദിറംസ് വെച്ചിട്ട് ആയിട്ടുള്ളത്. അപ്പം ഇത് ഇത്രയും പൈസക്ക് വേർത്താണ് കേട്ടോ. 100-ന് പോയാലും വേർത്താണ്. അത്രയും എഫേർട്ട് എടുത്ത് അവർ അത്രയും ഭംഗിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ അതുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ ഒരു 95 ദിറംസ്. പക്ഷേ ആ ഒരു 95 ദിറംസിനെ കാണാൻ പോകാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഒരു ദുബായ് ഗവൺമെൻറ് 1 മന്തോളം ഫ്രീ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവർ എല്ലാവരും നന്നായിട്ട് പോയിട്ടും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കുറേ സമയങ്ങളോളം ഫ്രീ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കന്നേരം നമ്മൾ ഗൂഗിളിലൊക്കെ ടാക്സിയുടെ റേറ്റ് സെർച്ച് ചെയ്തപ്പോൾ 100 ദിറംസ് അങ്ങോട്ടേക്ക്, 100 ദിറംസ് ഇങ്ങോട്ടേക്ക്, 200 ആവും. അപ്പോൾ ട്രാഫിക്കും കൂടി ഉണ്ടാകുമ്പോൾ അതിനേക്കാളും കൂടുതലാവില്ല. അപ്പോൾ നമുക്ക് ഒന്ന് റേറ്റ് നോക്കിയാൽ, ട്രാഫിക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ദിവസം നോക്കി പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് പോലെ മിറാക്കിൾ ഗാർഡൻ, അത്ഭുത പൂന്തോട്ടം, അതുപോലെ തന്നെയാണ്, അത്ഭുതം തന്നെ ആയിരുന്നു കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂക്കണ്ടാവ് പോലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി കാണുന്ന എനിക്ക് ഈ പൂക്കളുടെ ഒരു ലോകം ഒരു അത്ഭുതം തന്നെ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, പുറത്തോട്ട് ഇറങ്ങിയ ഒരു പൂച്ചിനെ കണ്ടാൽ പോലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി വീഡിയോ എടുക്കുന്ന ഒരു പൂ കണ്ടാൽ പോലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി വീഡിയോ എടുക്കുന്ന എനിക്കിത് ഒരു അത്ഭുതമായിട്ട് ഫീൽ ചെയ്തു. ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. മോൻക്കൊക്കെ, ചെറിയ ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതേപോലെ അവിടെ നിന്ന് വീഡിയോ എടുക്കുക, ഇവിടെ നിന്ന് വീഡിയോ എടുക്കുക, ഓരോ കാര്യങ്ങളും. ഇതിപ്പോൾ ഈ ഓരോ ഡോളുകളായിക്കോട്ടെ, അതേപോലെ നമ്മുടെ കുറേ ടെഡി ബിയറുകൾ, അതേപോലെ തന്നെ എന്തിൻ്റെയൊക്കെയോ രൂപത്തിൽ നമ്മളിങ്ങനെ അതിലൊക്കെ ഇങ്ങനെ ഫ്ലവർ അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയാമെന്നൊന്നും അറിയില്ല. ഞാൻ ഗൂഗിളിലൊന്നും ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയുമില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സംഭവങ്ങൾ ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് അങ്ങ് പറയുന്നില്ല. വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. ഓരോന്ന് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും ഭംഗി തോന്നുക. ഓരോന്ന് കണ്ട് മുന്നോട്ട് പോകും തോറും അതിനേക്കാളും ഭംഗിയുള്ള ഒരുപാട് സംഭവങ്ങൾ പിന്നെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെപ്പൊക്കെ കയറി അതിൻ്റെ മുകളിലോട്ടൊക്കെ ആയിട്ട് അത്രയും ഭംഗിയിലൊരു ലോകത്ത് ഒരു സ്ഥലം മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമാണ് കേട്ടോ ഈ ഒരു ഗാർഡൻ എന്ന് പറയുമ്പോൾ. എനിക്കിതിനെക്കുറിച്ച് ഇനി എങ്ങനെയാണ് പറയാമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പെരുന്നാളിന് പോയതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പെരുന്നാൾ ഭയങ്കര ഹാപ്പിയായി. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ടും എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് പറയാനറിയില്ല. കാണാൻ അത്രയും മനോഹരമാണെന്ന് പറയാൻ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരേണ്ട. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട്. എൻ്റെ തോട്ട്സിലുള്ള കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും വീഡിയോസ്, അല്ലെങ്കിൽ വീക്കിലി വൺസ് എങ്കിലും വീഡിയോസ് അപ്ലോഡ് ആക്കണം എന്നുണ്ട്. പക്ഷേ അങ്ങനെ എന്തോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഷോർട്സ് പോലും ഡെയിലി എടുക്കാനുള്ള ഒരു മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓക്കെ, വീഡിയോസ് ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഓക്കെ.